ഇസ്രയേൽ പരമാവധി സമ്മർദ്ദമാണ് ഏറ്റവും അനുകൂലമായി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പ്രഹരം ഇറാന്റെ മേലുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് അറബി രാജ്യങ്ങളല്ല, സൗദി അറേബ്യ അല്ല, UAE അല്ല, GCC രാജ്യങ്ങളല്ല, മറിച്ച് ഇസ്രയേലാണ്. എത്രത്തോളം അതിന് ട്രംപ് വഴങ്ങും എന്ന് ശരി, ഡോക്ടർ താജ് ആലുവ, നോക്കൂ, ഇവിടെ മസ്കത്തിൽ ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു. അപ്പോഴും പുറത്ത് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ അവിടെ നങ്കൂരം ഇട്ടിട്ടുണ്ട്, വിമാനങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനാണോ ഒരു വശത്ത് ഇതേ സമയം ഇത്തരത്തിലുള്ള സന്നാഹങ്ങൾ, മുന്നൊരുക്കങ്ങൾ അമേരിക്ക നടത്തുന്നത്? അതോ ചർച്ചകൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വേഗത്തിലുള്ള ഒരു സൈനിക നീക്കത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന ഭീഷണി കൂടിയാണോ അത്? സമ്മർദ്ദം പലപ്പോഴും പല രൂപത്തിലാണ് അമേരിക്ക പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ വൈറ്റ് അവര് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. പ്രസിഡന്റിന്റെ മുന്നിൽ ധാരാളം ഓപ്ഷനുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഡിപ്ലോമസിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ. പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ മറ്റ് മിലിറ്ററി ഓപ്ഷനുകളും ഉണ്ട് എന്നതിന്റെ സൂചനയാണ് USS ലിങ്കണും അതുപോലെ മറ്റ് യുദ്ധസന്നാഹങ്ങളും ഒക്കെ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കാരിയറുകളും ഒക്കെ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഈ മിലിറ്ററി ബിൽഡപ്പിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ നേരത്തെയും അത് സൂചിപ്പിക്കപ്പെട്ടു, മറ്റ് പാനലിസ്റ്റുകളും അത് പറഞ്ഞു. അതായത് ഇറാൻ ഇത്തരം ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു രാജ്യമല്ല. വളരെ വലിയ ഒരു പാരമ്പര്യം, ഇപ്പോ ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ 1979 ഇസ്ലാമിക് റവല്യൂഷൻ നടന്നതിന് ശേഷം, ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം തൊട്ടുടനെ അമേരിക്കയുടെ എംബസി തെഹ്റാനിൽ വിദ്യാർത്ഥികൾ ഉപരോധിച്ച് 444 ദിവസം നീണ്ടുനിന്ന ആ ഹോസ്റ്റേജ് ക്രൈസിസ്, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇറാഖിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീണ്ട 8 വർഷം ഇറാനെ വരുതിയിൽ വരുത്താൻ വേണ്ടി പൂർണ്ണമായിട്ടും അമേരിക്ക സ്പോൺസർ ചെയ്ത ഒരു യുദ്ധം സദ്ദാം ഹുസൈൻ അന്ന് ഇറാനെതിരെ നടത്തുകയുണ്ടായി. പക്ഷേ ആ യുദ്ധത്തിലൂടെ ഏതെങ്കിലും അർത്ഥത്തിൽ കുറെ ബോംബും അതുപോലെ തന്നെ മിസൈലുകളും വർഷിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇറാൻ ഏതെങ്കിലും അർത്ഥത്തിൽ അവിടുത്തെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് അവരെ മാറ്റാനോ അതല്ലെങ്കിൽ അമേരിക്കയുമായി അടുക്കാനോ ഒരർത്ഥത്തിലും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ ഇതുവരെയുള്ള ഇറാനിൽ ഇതുവരെയുള്ള അമേരിക്കയുടെ ഇടപെടലുകൾ നോക്കൂ, എല്ലാം വളരെ സംഹാരാത്മകമായിരുന്നു. 1953 അവിടെ ആദ്യമായിട്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, ആ പ്രൈം മിനിസ്റ്ററെ അട്ടിമറിച്ചുകൊണ്ടാണ് 57 മുഹമ്മദ് ഷാ റിസ പഹ്ലവിയെ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് ആയിട്ട് അവിടെ ഏൽപ്പിക്കുന്നത്. കാരണം എന്തായിരുന്നു? ഇറാന്റെ എണ്ണ വിപണി അല്ലെങ്കിൽ എണ്ണ ഉൽപാദനത്തെ പൂർണ്ണമായും നാഷണലൈസ് ചെയ്തു എന്നുള്ളതായിരുന്നു. ആ ദേശസാൽക്കരണം നടത്തിയതിന്റെ പേരിൽ മാത്രം ഈ ജനാധിപത്യത്തെക്കുറിച്ച്, മനുഷ്യാവകാശത്തെക്കുറിച്ച് ജനങ്ങളുടെ താല്പര്യം, ഇപ്പൊ തന്നെ അമേരിക്ക പറയുന്ന പ്രിടെക്സ്റ്റ് എന്താണ്? ഈ മിലിറ്ററി ബിൽഡപ്പിന് പറയുന്ന പ്രിടെക്സ്റ്റ് എന്താണ്? ഇറാൻ പ്രതിഷേധക്കാരെ അടച്ചിരുത്തുന്നു, അവരെ എക്സിക്യൂഷൻ നടത്തുന്നു, വധശിക്ഷക്ക് വിധിക്കുന്നു. ആ പ്രതിഷേധക്കാരോടൊപ്പം ഞങ്ങളുണ്ട്, ഇറാൻ ജനതയോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അമേരിക്ക പറയുന്നു. പക്ഷെ അതേ ഇറാനിയൻ ജനതയുടെ വികാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു പാവ ഗവൺമെന്റിനെ ഇറാനിൽ സ്ഥാപിച്ച ചരിത്രം അമേരിക്കക്കുണ്ട്. അതേ ഇറാനിയൻ ജനത തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ജനങ്ങൾ വിജയിപ്പിച്ച ഒരു ഇസ്ലാമിക വിപ്ലവത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഏകാധിപതിക്ക് എല്ലാ സഹായവും നൽകി അവിടെ ബോംബിട്ട ചരിത്രം അമേരിക്കക്കുണ്ട്. അപ്പോ ഈ പറയുന്നതൊക്കെ ഒരു പ്രിടെക്സ്റ്റ് ആണ്. മനുഷ്യാവകാശം പറയുന്നു, ജനങ്ങളുടെ താല്പര്യം പറയുന്നു, പ്രതിഷേധം പറയുന്നു. ഇതിന്റെ അർത്ഥം ഇറാനിൽ പ്രശ്നങ്ങളില്ല എന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. $1 എന്ന് പറഞ്ഞാൽ 1.5 മില്യൺ ഇറാനി റിയാലിന് തുല്യമാണ്. പക്ഷെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് അമേരിക്കയാണ്, അതിന്റെ പിന്നിലും അമേരിക്കയാണ്. അതിശക്തമായിട്ടുള്ള കടുത്ത ഉപരോധങ്ങൾ. ഇപ്പോഴും ഇറാന്റെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്താണ്? ഞങ്ങൾ ആണവ പദ്ധതി നിർത്തിവെച്ചാൽ, അതായത് ആണവായുധം നിർമ്മിക്കില്ല എന്ന് വാക്ക് തന്നാൽ നിങ്ങൾ ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഇറാനിയൻ ഡെലിഗേഷനിൽ, മസ്കറ്റിൽ ഇപ്പോൾ ഉള്ള ഇറാനിയൻ ഡെലിഗേഷനിൽ അവിടുത്തെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഇക്കോണമിയിലെ മിനിസ്ട്രിയുടെ, അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇക്കോണമിയുടെ 2ാമത്തെ ഒഫീഷ്യൽ അവിടെയുണ്ട്, ഈ ചർച്ചയിലുണ്ട്. കാരണം അമേരിക്ക ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനുമായിട്ടാണ് ചർച്ചയ്ക്ക് വന്നതെങ്കിൽ ഇറാൻ കൊണ്ടുവന്നത് ഇക്കോണമിക് മിനിസ്ട്രിയുടെ 2ാം നിര ഉദ്യോഗസ്ഥനെയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാൻ എത്തി നിൽക്കുന്ന ഈ
അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയുടെ കാരണം അമേരിക്കയുടെ ഉപരോധമാണ്. ആ ഉപരോധം അമേരിക്ക എന്തിനേർപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്ക് അനുഗുണമായി നിൽക്കുന്ന ഒരു ഭരണകൂടമായിട്ട് ഇറാനിയൻ ഭരണകൂടം മാറിയില്ല എന്ന ഒറ്റ കാരണം മാത്രമാണ്. ഇറാൻ ഈ മേഖലയിലെ ഏതെങ്കിലും രാജ്യങ്ങളെ ത്രട്ടൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല.